സഖാവാണെന്നൊക്കെ പറയും. അത് നിങ്ങൾ പറഞ്ഞോളി. പക്ഷെ ഞാൻ എവിടെ സഖാവായിട്ടൊന്നുമില്ല, നിങ്ങളാക്കിയായിട്ടാവില്ല. ഞാൻ സമസ്തക്കാരനാണ്. അതിനെക്കുറിച്ചാണ് സഖാവ് എന്ന് പറയുന്നെങ്കിൽ അൽഹംദുലില്ലാ സന്തോഷമാണ്. ഇനി സമസ്തയുടെ വേദി, സമസ്തയിൽ പറയേണ്ടതിനെ എതിർത്തുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വേദിയിൽ തവസ്സുൽ ഇസ്തിഗാസിനെ എതിർക്കുകയാണ്. ആ പാർട്ടിനെ എതിർക്കേണ്ടി വരൂലേ? ആ പാർട്ടിയുടെ നേതൃത്വം കൊടുക്കുന്നത് മഹാന്മാരാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് അവർ ചിന്തിക്കണ്ടേ, അവർ തടുക്കണ്ടേ? ഇടയാളന്മാരെ ഞാൻ ആക്കൂല എന്ന് അതിൻ്റെ ഒരു ജനറൽ സെക്രട്ടറി പറഞ്ഞാൽ അതിനെ എതിർക്കേണ്ടത് അതിൻ്റെ പ്രസിഡന്റിലൊക്കെ ദീനുണ്ടെങ്കിൽ പറയണ്ടേ? ഇവരെ പറഞ്ഞില്ല. വേറെത്തും പറഞ്ഞു. എന്താണ് അമ്മന്റെ പേരെന്താ? അമൃതാനന്ദമായ അമ്മനെ കെട്ടിപ്പിടിക്കലും മക്കാമിലൊക്കെ പോയി പച്ച വിരിക്കലും ഒരുപോലെയാണ് എന്ന് പറഞ്ഞാൽ വഹാബികൾ കൂടി പറയാത്ത വാക്ക. ഇതൊക്കെ അതിന്റെ വേദികളിൽ പറഞ്ഞാൽ തിരുത്തേണ്ടവർ തിരുത്തണം എന്ന് പറയാതിരിക്കുമ്പം സുന്നത്ത് ജമാഅത്തിന്റെ രക്തം ഓടുന്നവർക്ക് അവർ രോമെടുത്ത് പിടിക്കും. അതാണ് ഇവിടെ വിഷയം. അത് പറയാൻ പാടില്ല എന്ന് നമ്മൾ പറയാൻ പറ്റുമോ? മറ്റത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് അവിടെ അടക്കം കൊടുക്കണ്ടേ? ആ അടക്കം കൊടുക്കുന്നതിന് പകരം നമ്മളെന്തെങ്കിലും പറയുമ്പം അതിനും അടക്കം കൊടുക്കാനാ വരുന്നത്. അപ്പം ഓരോ പാർട്ടികളും അതിൻ്റെ കാര്യമായിട്ട് നടന്നോളി. സമസ്തയായിട്ട് കളിക്കാൻ വരണ്ട എന്നുള്ളത് പറയാനുള്ളൂ. സമസ്ത ദീനാണ്. ദുനിയാവ് അതിന് വലിയ പ്രശ്നമില്ല. ഈ ദീൻ ഇവിടെ രക്ഷിച്ചാലേ സംരക്ഷിക്കലാണ് സമസ്തയുടെ കടമ. ആ കടമ നിർവഹിക്കുന്നതിൽ നമ്മുടെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഇതിനോടുകൂടെ അല്ലു അലൈഹാ ബിൻ നവാജിദി എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്.